കീയുടെ ബാറ്ററി ഡൗൺ ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഈ കീ വെറുതെ അവിടെ നിന്ന് പ്ലേസ് ചെയ്തോണ്ട് ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്തേ, അവിടെ വെച്ചോണ്ട് പ്രസ് ചെയ്യും. ഇവിടോ? വന്നു ഇപ്പൊ ഓഫാക്കി വീണ്ടും പ്രസ് ചെയ്യുന്നു. അങ്ങനെ കീ അവിടെ കീപ്പ് ചെയ്തോണ്ട് തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി ആ ബട്ടണിൽ. വേണ്ട റെഡി എന്ന് വന്ന കണ്ട പച്ച കളറിൽ. ഇപ്പൊ EV മോഡിലാ വണ്ടി. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെഡിയായി നിൽക്കുക പോകാൻ. ഡ്രൈവ് സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ റിവേഴ്സ് സെലക്ട് ചെയ്താലോ വണ്ടിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്ന് വെച്ചാൽ മറിഞ്ഞു വീഴില്ല, പാളി പോവില്ല. മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. ആക്സിലേറ്റർ കൊടുക്കേണ്ടടുത്ത് മാത്രം ആക്സിലേറ്റർ ഉപയോഗിക്കുകയും അല്ലാത്ത സമയം വണ്ടി സെൽഫായിട്ട് മൂവ് ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. മറ്റേത് അങ്ങനെയല്ല, ആക്സിലേറ്റർ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ വണ്ടി മൂവ് ചെയ്യില്ല. ഇതങ്ങനെയല്ല, ഡ്രൈവോ റിവേഴ്സോ ഏതെങ്കിലും ഒരെണ്ണം മാം സെലക്ട് ചെയ്താൽ ആ പൊസിഷനിൽ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കും. നിർത്തേണ്ടപ്പോ ബ്രേക്ക് യൂസ് ചെയ്യാം, കൺട്രോൾ ചെയ്യേണ്ടപ്പോ ബ്രേക്ക് ഉപയോഗിക്കാം. സ്പീഡ് വേണ്ടപ്പോ മാത്രമാണ് ആക്സിലേറ്റർ ഉപയോഗിക്കേണ്ടത്, അല്ലാത്തപ്പോ ആക്സിലേറ്ററിന്റെ ആവശ്യമേ ഇല്ല. ആ കാല് പെർമനന്റ് ആയിട്ട് ബ്രേക്കിലാണ് ഇരിക്കേണ്ടത്. വേഗത വേണ്ടി വരുമ്പോൾ മാത്രമാണ് ആക്സിലേറ്ററിലേക്ക് നമ്മൾ മാറുന്നത്. ആക്സിലേറ്റർ വേണ്ടാന്ന് മാമിന് തോന്നിയാൽ അടുത്ത സെക്കൻഡ് അത് ബ്രേക്കിൽ വരണം ആ കാല്. പിടികിട്ടി? അത് മാത്രം മാം ഓർത്താ മതി. അല്ലാതെ സ്ഥിരം ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരില്ല, ആക്റ്റീവ പോലെ, 2 വീലർ പോലെ. അപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ വണ്ടി മൂവ് ആവുന്നത്? റിവേഴ്സിലോ ഡ്രൈവിലോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ, ഡ്രൈവിലാന്ന് വിചാരിക്കും മാം, ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഒരു മിനിമം വേഗത വണ്ടി എടുക്കും. ഇപ്പൊ 0 to 5 ഇടയ്ക്ക് ഒരു വേഗത വണ്ടി സ്വയം എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ആ വേഗതയെ മാമിന് ബ്രേക്ക് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം, ആ വേഗത ഇല്ലാതാക്കാം. ആ 5 മുകളിൽ ഒരു വേഗത വേണമെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കാം. ഓക്കെ, പിടികിട്ടിയ? മാം ആക്സിലേറ്റർ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ആ ഒരു വേഗത കീപ്പ് ചെയ്തുകൊണ്ടേ ഇരുന്നോളൂ. റോഡിന്റെ കണ്ടീഷൻ നിരപ്പാണെങ്കിൽ വണ്ടി അതേ വേഗത കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കിട്ടിയ? ഉറപ്പാണ്. വൺസ് മാം ഡ്രൈവ് ഇട്ടാല് മാം ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് വേഗത കൂടിക്കൊണ്ടിരിക്കും. വേഗത കൂടുന്നതനുസരിച്ച് ഗിയർ മാറിക്കൊണ്ടേയിരിക്കും വണ്ടി. പിടികിട്ടിയ? ഈ വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഡ്രൈവിലിടണം. ഉറപ്പല്ലേ? സ്റ്റാർട്ട് ചെയ്യണം, ഡ്രൈവിലിടണം. ഓൾറെഡി വണ്ടി സ്റ്റാർട്ടാണ്. ഈ വണ്ടി ഹൈബ്രിഡ് ആണെന്ന് മാമിന് അറിയാം. ഇത് സ്റ്റാർട്ടായിരിക്കുന്നത് മാം അറിയാത്തത് കൊണ്ടാ. അവിടെ റെഡി എന്ന് വന്നിരിക്കുന്നത് കണ്ടാ മാം. അതൊന്ന് സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. ഓഫ് ചെയ്യും. ഇപ്പൊ വണ്ടി ഓഫായി. നമ്മളിപ്പോ ഫ്രഷ് ആയിട്ട് ഇതിൽ കയറിയതാ. ഓക്കെ മാം, വെറുതെ ആ ബട്ടണിൽ ബ്രേക്കിൽ കാല് വെച്ചിട്ട് വേണം ഈ വണ്ടിയിൽ എന്തും ചെയ്യാൻ.